നവമി 3 പതിറ്റാണ്ടിനിടെ 300 സിനിമകൾ എന്ന് പറയുമ്പോൾ തന്നെ എത്രത്തോളം സിനിമയുടെ അനിവാര്യ ഘടകമായി സലീം കുമാർ മാറിയിരുന്നു എന്നത് വ്യക്തമാണല്ലോ. അല്പസമയത്തിനുള്ളിൽ തന്നെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇങ്ങോട്ടേക്ക് എത്തുമെന്നാണ് അറിയാനായി സാധിക്കുന്നത്. കാരണം അത്രയേറെ ആത്മബന്ധമാണ് മുഖ്യമന്ത്രിക്ക് സലീം കുമാറുമായി. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം കൃത്യമായി കുറിക്കുകയും ചെയ്തിരുന്നു. തൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനെയാണ് നഷ്ടപ്പെടുന്നതെന്ന്. സലീം കുമാർ എന്നത് ഒരു സിനിമാ താരം മാത്രമായിരുന്നില്ല, ചിരിയുടെ മണവാളൻ മാത്രമായിരുന്നില്ല എനിക്ക് സലീം കുമാർ. അയാളും ഞാനും തമ്മിൽ അതിതീവ്രമായൊരു ആത്മബന്ധമുണ്ട്. എൻ്റെ നാടിൻ്റെ അഭിമാനമായൊരാൾ, എനിക്കൊരു നിലപാടുണ്ടെന്ന് ഉറക്കെ പറഞ്ഞൊരാൾ എന്ന് തുടങ്ങുന്ന ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രമാത്രം ആത്മബന്ധമാണ് സലീം കുമാറിന് അദ്ദേഹത്തോട് ഒപ്പമുണ്ടായിരുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലെ അവകാശം പോലെ പിടിച്ചു വാങ്ങിയതാണ് സലീം കുമാർ. പാർട്ടിയുടെ വിജയങ്ങളിൽ അത്രമേൽ സന്തോഷിച്ച കൂടപ്പിറപ്പ് കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും ഒടുവിലായി അദ്ദേഹത്തിന് ഈ സ്വീകരണം ഒരുക്കിയ പരിപാടിയിൽ പോലും സലീം കുമാർ എത്തുകയും അദ്ദേഹം സംസാരിക്കുകയും ചെയ്തത് വി.ഡി. സതീശനെ സംസാരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത് തന്നെ നമുക്കൊരു ചിരിക്കുന്ന മുഖ്യമന്ത്രിയെ കിട്ടി എന്നതാണ്. വലിയ കയ്യടിയോടുകൂടി തന്നെയാണ് സലീം കുമാറിൻ്റെ ഓരോ വാക്കുകളും അന്ന് വേദിയിലുണ്ടായിരുന്നവർ ഏറ്റെടുത്തത്. സലീം കുമാർ തൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ പറയാൻ ഒരു മടിയും കൂടാത്തൊരു വ്യക്തിയായിരുന്നു. അത് തന്നെയാണ് ഓരോ ആളുകളും പറയുന്നത്. അദ്ദേഹത്തെ ഓർത്തെടുക്കുന്ന ഓരോ വ്യക്തികളും പറയുന്നത് സലീം കുമാറിൻ്റെ രാഷ്ട്രീയ നിലപാട് പറയുന്നതിലെ അദ്ദേഹം എത്രമാത്രം മുന്നിൽ തന്നെയായിരുന്നു. അതൊന്നും ഒളിച്ചു വെക്കാതെ പലപ്പോഴും സിനിമാ താരങ്ങൾക്ക് രാഷ്ട്രീയ നിലപാടൊക്കെ പറയുന്നതിന് വേണ്ടി അധികം പറയാറില്ല. പക്ഷേ സലീം കുമാർ അങ്ങനെ ആയിരുന്നില്ല. രാഷ്ട്രീയ നിലപാടൊക്കെ പറയുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഒരു രാഷ്ട്രീയമായിട്ടുള്ള എന്തെങ്കിലും സംഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം തേടും. അത് കൃത്യമായി അദ്ദേഹം അതിനെക്കുറിച്ച് പഠിച്ച് വളരെ ഹാസ്യരൂപേണ അതിനൊരു മറുപടി നൽകുന്ന വ്യക്തി കൂടിയായിരുന്നു സലീം കുമാർ. അങ്ങനെ സലീം കുമാർ വിടവാങ്ങുമ്പോൾ ഒരു പതിറ്റാണ്ട് കാലം മലയാള സിനിമയെ താങ്ങി നിർത്തിയ തൂണുകളിൽ ഒരാൾ തന്നെയാണ് ഇപ്പോൾ വിടവാങ്ങുന്നത്. അതേറെ വേദനയോടുകൂടി തന്നെയാണ് നമ്മൾ ഓരോ മലയാളികളും അതിനെ ഏറ്റെടുക്കുന്നത്. ഇവിടെ വരുമ്പോൾ ആളുകളോട് സംസാരിക്കുമ്പോഴൊക്കെ അവർ പറയുന്നത് അദ്ദേഹം മരിച്ചു എന്ന് പറയാൻ പോലും നമുക്ക് കഴിയുന്നില്ല എന്നാണ്. കാരണം അത്രയേറെയാണ് സലീം കുമാർ എന്ന നടൻ നമ്മൾ മലയാളികളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ കുടിയിരിക്കുന്നത്. അദ്ദേഹം എന്നും അങ്ങനെ തന്നെ ആയിരിക്കും. അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തുന്ന ആളുകളെ ഒരിക്കലും നിരാശപ്പെടുത്താത്തൊരു വ്യക്തി കൂടിയാണ് സലീം കുമാർ. അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ പേര് പോലും ലാഫിംഗ് വില്ല എന്നാണ്. എപ്പോഴും ചിരിക്കുന്നത്. അദ്ദേഹം പല അഭിമുഖങ്ങളിലും പറയാറുണ്ട്, എൻ്റെ വീട്ടിൻ്റെ ഓരോ വീട് വെക്കുന്ന സമയത്ത് ഓരോ കല്ല് വെക്കുമ്പോഴും അതിലെൻ്റെ ചിരി ഉണ്ടാകും. കാരണം ഞാൻ അത്രയേറെയാണ് അതിനെ എൻ്റെ വീട് എന്നുള്ളത് എൻ്റെ വലിയ സ്വപ്നം തന്നെയാണ്. എൻ്റെ ചോറാണത്. എനിക്ക് എൻ്റെ അതായത് റിട്ടയർമെൻറ്റ് കാലം എൻ്റെ ഈ സിനിമയിൽ നിന്നൊക്കെ വിട്ട് തനിക്ക് സമാധാനത്തോടെ ഇരിക്കേണ്ടത് ആ വീട്ടിലാണ്. അപ്പോൾ അത്രയും മനോഹരമായിട്ടാണ് അദ്ദേഹം ആ വീട് പണിത് വെച്ചതും. പക്ഷേ ഇപ്പോൾ ചോദിക്കുകയാണെങ്കിൽ ഒരു മരിക്കേണ്ട പ്രായമായിരുന്നില്ല സലീം കുമാർ എന്ന നടന്. പക്ഷേ അദ്ദേഹം വളരെ വേഗം നമ്മളെയൊക്കെ വിട്ടുപോയി. ആ വീട്ടിൽ ഇനി സലീം കുമാർ എന്ന നടൻ ഉണ്ടാകില്ല. രാഷ്ട്രീയ നേതാക്കളെല്ലാം ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുക. മാത്യു കുഴൽനാടൻ അദ്ദേഹം ഇവിടേക്ക് എത്തിയിരിക്കുകയാണ്. അദ്ദേഹവും സലീം കുമാറിന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അല്പസമയത്തിനുള്ളിൽ ഇവിടേക്ക് എത്തുകയും ചെയ്യും. ഈ 1990കളുടെ അവസാനത്തോടെയാണ് മലയാള സിനിമയിലും സലീം കുമാർ എന്ന നടൻ സജീവമാകുന്നത്. വളരെ വേഗമാണ് പ്രേക്ഷകരുടെ പ്രിയ താരമായി അദ്ദേഹം മാറിയത്. അദ്ദേഹത്തിൻ്റെ സംഭാഷണ ശൈലിയും ശരീരഭാഷയും കഥാപാത്രങ്ങളും ഒക്കെ എപ്പോഴും വേറിട്ടതായിരുന്നു. ചെറിയ വേഷങ്ങളിൽ നിന്ന് തുടങ്ങി പിന്നീട് മലയാള സിനിമയുടെ ഒരു അനിവാര്യ സാന്നിധ്യമായി, അനിവാര്യ ഘടകമായിരുന്നു സലീം കുമാറിൻ്റെ പിന്നീടുള്ള വളർച്ചയും. അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമകളും നമ്മൾ ഓരോ കഥാപാത്രങ്ങളും എടുത്തു നോക്കിയാൽ അതിൽ ഏതെങ്കിലുമൊക്കെ കഥാപാത്രം അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഡയലോഗ് ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകും. അതിൽ അദ്ദേഹത്തിൻ്റെ ഈ ഏറ്റവും ഒടുവിൽ ഈ രാഷ്ട്രീയ വിമർശനങ്ങളെയൊക്കെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്ന സൈബർ ആക്രമണങ്ങളെയൊക്കെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ അദ്ദേഹം വളരെ
ഹാസ്യരൂപേണയാണ് ഇതൊക്കെ എന്ത് എന്നുള്ളൊരു അദ്ദേഹത്തിൻ്റെ മാത്രം ശൈലിയിൽ പറയുന്ന കുറച്ച് ഡയലോഗുകളുണ്ട്. അതൊക്കെ മലയാളി പ്രേക്ഷകർ എന്നും പറയുന്നതാണ്. നമ്മുടെ നിത്യ സംഭാഷണത്തിൽ അതൊക്കെ എപ്പോഴും കടന്നു വരുന്നതാണ്. നമ്മുടെ സോഷ്യൽ മീഡിയ ട്രോളുകളിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഈ ആശാൻ എന്ന ട്രോള് നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. വിക്രം എന്ന ചതിക്കാത്ത ചന്തുവിലെ ആ ഒരു ക്യാരക്ടർ നമ്മളുടെ ദിവസവും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കാണുന്നതാണ്. നമ്മുടെ വാട്സപ്പ് സ്റ്റിക്കറുകളായിട്ട് നമ്മൾ പരസ്പരം അയക്കുന്നതാണ്. അങ്ങനെ സലിംകുമാർ എന്ന നടൻ അത് ഒരു മലയാള സിനിമയുടെ ഒരിക്കലും ഒഴിച്ചുകൂടാനാകാത്ത കഥാപാത്രങ്ങളിൽ അല്ലെങ്കിൽ വ്യക്തികളിൽ ഒരാൾ തന്നെയാണ് സലിംകുമാർ എന്ന മഹാനടൻ. അതുവരെ നമ്മൾ ഹാസ്യതാരമായി മാത്രം കണ്ടിരുന്ന സലിംകുമാറിനെ പിന്നീട് ആദാമിൻ്റെ മകൻ അബു എന്ന ഒരു സിനിമയിലെ കഥാപാത്രത്തിലൂടെ മറ്റൊരു തലത്തിലേക്കായിരുന്നു അത് സലിംകുമാറിനെ എത്തിച്ചത്. ഹാസ്യ നടൻ എന്നതിൽ നിന്നും ഒരു നടൻ എന്ന നിലയിലേക്ക് പിന്നീട് സലിംകുമാറിൻ്റെ ഒരു മാറ്റം, അല്ലെങ്കിൽ അദ്ദേഹം വരുത്തിയൊരു പരിവർത്തനം, അത് നമ്മളെല്ലാവരും ഏറ്റെടുത്തതാണ്. മലയാളികൾ, പ്രേക്ഷകർ, സിനിമാ പ്രേമികൾ അതിനെ ഏറ്റെടുത്തതാണ്. അതിലൂടെ അദ്ദേഹത്തിന് നാഷണൽ അവാർഡ്, ദേശീയ പുരസ്കാരം നമ്മുടെ മലയാളത്തിലേക്ക് എത്തിച്ചു. അത് വളരെ അഭിമാനത്തോടുകൂടി തന്നെയാണ് നമ്മളെല്ലാവരും അതിനെ ആഘോഷിച്ചത്. പിന്നീട് സലിംകുമാർ എന്ന നടന് ഏത് കഥാപാത്രവും വഴങ്ങുമെന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയായിരുന്നു. അദ്ദേഹം 3 സിനിമകളും സംവിധാനം ചെയ്തു. അതിനിടയിൽ സിനിമ അഭിനയിക്കൽ മാത്രമല്ല, അദ്ദേഹം 3 സിനിമകളും സംവിധാനം ചെയ്തു. അതുമൊക്കെ ചെറിയ രീതിയിൽ, അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടില്ലെങ്കിൽ പോലും അദ്ദേഹം ആ മേഖലയിൽ പോലും കൈവച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരങ്ങളെക്കുറിച്ച് ഒന്ന് പറഞ്ഞാൽ, 2010 മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും സംസ്ഥാന പുരസ്കാരവും ആദാമിൻ്റെ മകൻ അബു എന്ന ചിത്രത്തിനായി ലഭിച്ചു. 2012 മികച്ച ഹാസ്യ നടനുള്ള സംസ്കാര പുരസ്കാരം, അത് അയാളും ഞാനും തമ്മിൽ എന്ന ചിത്രത്തിലെ ഒരു കഥാപാത്രം, അത് പൃഥ്വിരാജിൻ്റെ കഥാപാത്രം ചികിത്സിക്കുന്ന അല്ലെങ്കിൽ ആശുപത്രിയിൽ കിടക്കുന്ന ഒരാളുടെ ഒരു ആ സിനിമയുടെ ആ ഒരു ഭാഗമൊക്കെ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ തന്നെയുണ്ട്. മറ്റൊന്ന് 2005 മികച്ച സഹനടനുള്ള സംസ്ഥാന പുരസ്കാരം, അത് അച്ഛനുറങ്ങാത്ത വീട് എന്ന സിനിമയിൽ. അതിലാണ് നമ്മൾ ആദ്യമായി സലിംകുമാർ എന്ന നടൻ്റെ മറ്റൊരു വേഷം കാണുന്നത്. അതിൽ ആ ഒരു അച്ഛനെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിലുള്ള, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം അച്ഛനെ പോലെ കരുതുന്നത്, നമ്മുടെ അച്ഛനുമൊക്കെ ആയിട്ട് വലിയ സാമ്യമുള്ള രീതിയിലുള്ള പല ശൈലികളും അദ്ദേഹം അഭിനയിച്ചു. അതുകൊണ്ട് തന്നെയാണ് നമ്മളെല്ലാവരും ആ ഒരു കഥാപാത്രത്തെ ഏറ്റെടുത്തത്. പിന്നീട് 2017 മികച്ച കഥാകൃത്തിനുള്ള സംസ്ഥാന പുരസ്കാരം കറുത്ത ജൂതൻ എന്ന ചിത്രത്തിനും അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. അങ്ങനെ മലയാള സിനിമയിൽ സംവിധായകനായും നടനായും തിരക്കഥാകൃത്തും ഒക്കെയായി 3 പതിറ്റാണ്ട് നീണ്ട അഭിനയ ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് സലിംകുമാർ മടങ്ങുമ്പോൾ അത് നമ്മൾ ഓരോരുത്തർക്കും വളരെ വേദനയോടുകൂടി തന്നെയാണ് ഓർത്തെടുക്കുന്നത്. 300-ലധികം സിനിമകൾ അദ്ദേഹം അഭിനയിച്ചു. അതിലേറെയും ഹാസ്യ ശൈലിയായിരുന്നു, ഹാസ്യ കഥാപാത്രങ്ങളായിരുന്നു. പിന്നീട് സീരിയസ് വേഷങ്ങളിലും അദ്ദേഹം തിളങ്ങുകയും ചെയ്തു. ട്രോളർമാരുടെ ആശാൻ എന്നാണ് പിന്നീട് സലിംകുമാറിനെയൊക്കെ നമ്മൾ അറിഞ്ഞത്, അല്ലെങ്കിൽ സലിംകുമാറിനെ ആ രീതിയിലുമൊക്കെ നമ്മൾ ഒരുപാട് ആഘോഷിച്ച ഒരു വ്യക്തി തന്നെയാണ്. ഈ അദ്ദേഹത്തിൻ്റെ ജീവിതം, സിനിമ, വിദ്യാഭ്യാസം എല്ലാം പറവൂർ തന്നെയാണ്. പറവൂരിൻ്റെ സ്വന്തം മകനായി തന്നെയാണ് അദ്ദേഹം വളർന്നതും. പിന്നീട് ഒരു സാധാ കുടുംബത്തിൽ, അതിദാരിദ്ര്യമായിട്ടുള്ള ഒരു കുടുംബത്തിൽ ജനിച്ച സലിംകുമാറിൻ്റെ വളർച്ച അത് ഒരുപാട് കല്ലുകളും മുള്ളുകളും ഒക്കെ താണ്ടിയെടുത്താണ്. നമ്മൾ ആദ്യമൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ, നേരത്തെ അഭിലാഷ് പറഞ്ഞതുപോലെ തന്നെ, മാറ്റി നിർത്തപ്പെട്ട ഒരു നടനായിരുന്നു. അഭിനയിക്കാൻ അറിയില്ല, ടൈമിംഗ് ഇല്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ട ഒരു നടനിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ഡേറ്റിന് വേണ്ടി സംവിധായകർ പുറകെ നടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോലും സലിംകുമാർ തൻ്റെ ഒരു കരിയറിനെ, തൻ്റെ ഒരു ജീവിത തൻ്റെ ഒരു കരിയറിനെ മാറ്റി എന്നുള്ളതാണ് ഏറെ അത്ഭുതപ്പെടുത്തുന്നത്. അതിൽ സലിംകുമാറിന് വേണ്ടി മാത്രം എഴുതിയ കുറേ കഥാപാത്രങ്ങളുണ്ട്. അത് മായാവി ആയിക്കോട്ടെ, മായാവിയിലെ ശ്രാങ്ക ആയിക്കോട്ടെ, കല്യാണരാമനിലെ പ്യാരി ആയിക്കോട്ടെ, അതെല്ലാം നമ്മൾ ഇതിൻ്റെ ബെന്നി പി നായരമ്പലമൊക്കെ പറഞ്ഞത്, ആ കഥാപാത്രങ്ങൾ തനിക്ക് വേണം, അത് സലിംകുമാറിന് വേണ്ടി തന്നെയാണ് താൻ എഴുതിയത്. അത് ആ കഥാപാത്രങ്ങൾ വേറെ ആരും തന്നെ തൻ്റെ മുഖത്ത് വന്നില്ല. സലിംകുമാർ എന്ന നടന് വേണ്ടി മാത്രമാണ് താൻ ആ കഥാപാത്രം എടുത്തത്. അതിൽ ചതിക്കാത്ത ചന്തുവിലെ കഥാപാത്രം പോലും സലിംകുമാറിൻ്റെ ഡേറ്റ് ഇല്ലാത്തത് കൊണ്ട് ആ ഷെഡ്യൂൾ മാറ്റി വെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോലും കാര്യങ്ങൾ പോയി. കാരണം വേറെ ആരും പകരക്കാരില്ല, സലിംകുമാർ എന്ന നടൻ മാത്രമാണ് ആ കഥാപാത്രം ചെയ്യാനായി ഉള്ളൂ എന്ന് മലയാള സിനിമയിൽ ഇന്നുള്ളൂ എന്ന തീരുമാനമെടുത്ത പല സംവിധായകരും പല തിരക്കഥാകൃത്തുക്കളും നമ്മുടെ മുന്നിലുണ്ട്. അതുതന്നെയാണ് സലിംകുമാർ എന്ന നടൻ്റെ ഏറ്റവും വലിയ വിജയത്തിന് പിന്നിലെന്നും
നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. പിന്നീട് തെങ്കാശിപ്പട്ടണം ഹിറ്റായതോടെയാണ് സലിംകുമാർ വളരെ തിരക്കുള്ളൊരു നടനായി മാറിയത്. മീശമാധവനിലെ അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണിയും, ചതിക്കാത്ത ചന്തുവിലെ ഡാൻസ് മാസ്റ്റർ വിക്രവും, പുലിവാൽ കല്യാണത്തിലെ മണവാളനും, കല്യാണരാമനിലെ പ്യാരിയും, മായാവിയിലെ കണ്ണൻ സ്രാങ്ക്, തിളക്കത്തിലെ ഓമനക്കുട്ടൻ, പച്ചക്കുതിരയിലെ ചന്ദ്രൻ, ചട്ടപ്പിനാടിലെ മാക്രി ഗോപാലൻ ഉൾപ്പെടെ ഇന്ന് നമ്മൾ ഓർത്തെടുക്കുന്ന അല്ലെങ്കിൽ ഓർത്തോർത്ത് ചിരിക്കുന്ന നിരവധി കഥാപാത്രങ്ങളാണ് അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്നത്. അങ്ങനെ മലയാള സിനിമയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു നടൻ തന്നെയാണ് സലിംകുമാർ. അത് പെരുമഴക്കാലം എന്ന ചിത്രത്തിലെ ആമു ഇളയപ്പ എന്ന കഥാപാത്രം, അത് എത്ര വേദനയോടുകൂടിയാണ് നമ്മൾ കാണുന്നത്. അതുവരെ കാണാത്ത സലിംകുമാറിനെ മറ്റൊരു വേഷത്തിൽ കാണുന്ന വളരെ ചുരുക്കം സിനിമകളിൽ ഒന്ന് തന്നെയായിരുന്നു പെരുമഴക്കാലമായിക്കോട്ടെ, അച്ഛനുറങ്ങാത്ത വീടായിക്കോട്ടെ, അതോടൊപ്പം തന്നെ ആദാമിൻ്റെ മകൻ അബു ആയിക്കോട്ടെ. 3 ചിത്രങ്ങളിലുമൊക്കെ വ്യത്യസ്തനായിട്ടുള്ള ഒരു സലിംകുമാറിനെ നമ്മൾ കണ്ടു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.